വായിക്കുമ്പോൾ നമ്മുടെ പ്രധാന ചിന്ത ഈ എഴുതി കാണുന്നൊരു വചനം എന്നുള്ള രീതിയിലാണ്. പക്ഷെ വചനം എഴുതിയല്ല ആദ്യം ഉണ്ടായത്. എങ്ങനെ ഉണ്ടായത്? ശബ്ദമായിട്ടാണ്. ആ ശബ്ദം പ്രവാചകൻ ശ്രവിച്ചു. നമ്മൾക്കും ആ ശബ്ദം ശ്രവിക്കാം. ആ പ്രവാചകനേക്കാൾ ശ്രേഷ്ഠരാണ് യേശുവിൽ മാമോദീസ സ്വീകരിച്ച നമ്മളെല്ലാവരും. നമുക്കത് പിന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഒന്ന് ഓർപ്പിച്ചോ കേട്ടോ. നമ്മൾ പ്രവാചകനേക്കാൾ ശ്രേഷ്ഠരാകുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്രവാചകനേക്കാൾ ശ്രേഷ്ഠരാകുന്നത് എങ്ങനെയാണ്? ആ ശ്രവിച്ച വചനം, അതുകൊണ്ടാണ് ഈ വചനം പ്രഘോഷിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ വചനം പ്രഘോഷിക്കുന്നു. വചന പ്രഘോഷണം ഇവിടെ നടത്തുന്നു. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വചനം ശബ്ദമായിട്ട് കടന്നു വരുന്നു. നമ്മുടെ ധ്യാനത്തിന്റെ ശീർഷകം എന്താണ്? എന്താ നമ്മുടെ ധ്യാനം? ക്രേദോ, വിശ്വാസ വളർച്ചാ ധ്യാനം. കൊരിന്ത്യർക്കാരുടെ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 17-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ദൈവത്തെ കുറിച്ചുള്ള കേൾവി, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന്റെ ഒരു രഹസ്യം എന്താ? വിശ്വാസം എങ്ങനെ വർദ്ധിക്കുന്നത്? ഇത് ഹിന്ദിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സുनने से विश्वास उत्पन्न होता है. എന്ത് സുന്നം? എന്ത് കേൾക്കണം? ഈശ്വര വചനം, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ വിശ്വാസ് ഉത്പന്ന होता है എന്ന് മലയാളത്തിൽ തന്നെ മനസ്സിലാക്കിയോ? ഉത്പന്ന होता है. വിശ്വാസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. വിശ്വാസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എങ്ങനെ വിശ്വാസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു? കേൾവിയിലൂടെ. നമ്മൾ ഓരോ ധ്യാനം കഴിയുമ്പോഴും നമ്മുടെ വിശ്വാസം ഉയരുകയാണ്. ഇതൊരിക്കലും അവസാനിക്കുന്നില്ല. വിശ്വാസം എത്ര വേണമെങ്കിലും ഉയരാം, എത്രത്തോളം വേണമെങ്കിലും ഉയരാം, ഒരിക്കലും അവസാനിക്കുന്നില്ല. ചിലപ്പോൾ വിചാരിക്കും, ഇപ്പൊ തന്നെ ഒരു ധ്യാനം കൂടിയതല്ലേ, ഇനി അടുത്തൊരു ധ്യാനം കൂടേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഈ ധ്യാനത്തിൽ എന്താ സംഭവിക്കുന്നത്? ദൈവവചനം നമ്മൾ ശ്രവിക്കുന്നു. ശ്രവണത്തിലൂടെ വിശ്വാസം വർദ്ധിക്കുന്നു. അപ്പോ ഇത്രയൊക്കെ പറഞ്ഞത് എന്തിനാ? ദൈവമേ, ഒരു വചനം ഒന്ന് ഉച്ചത്തിൽ പ്രഘോഷിക്കാൻ, ആ പ്രഘോഷിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. കാരണം ഇനി 5 ദിവസം നമ്മളിവിടെ വചനം കേൾക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം പറയും, നിങ്ങൾ കൈപൊക്കി പ്രഘോഷിക്കാൻ പറയുമ്പോൾ ഈ ബോധ്യത്തോടെ പ്രഘോഷിക്കണം. എന്താ ബോധ്യം? എന്താ? A for apple, B for boy, C for cat. കിൻഡർ ഗാർഡനിൽ കുട്ടികളത് പഠിപ്പിച്ചത് അവര് ഞാനിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, എനിക്ക് 62 വയസ്സായി, ഇപ്പോഴും ഞാൻ ആ കുഞ്ഞുനാളിൽ പഠിച്ചത് എനിക്ക് മറക്കാൻ പറ്റുന്നുണ്ടോ? ടീച്ചർ പഠിപ്പിച്ച അതേ ജോലി തന്നെയല്ലേ ഞാൻ പറയണേ? ആണോ? ടീച്ചർമാരാരെങ്കിലും ഇവിടെ ഉണ്ടോ? എന്നപോലെ വചനം നമ്മൾ പ്രഘോഷിക്കണം. വചനം പ്രഘോഷിക്കാൻ മൈക്ക് വേണ്ട. നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് ശബ്ദമുയർത്തി കരമുയർത്തുന്ന പ്രഘോഷിക്കുക. ഇതാ ഈ വചനം. 1 കൊരിന്ത്യർ 15:19. എല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി അധരത്തിലൂടെ പ്രഘോഷിക്കുക, കാതിലൂടെ ഹൃദയത്തിലേക്ക് അതിനെ സംഗ്രഹിക്കുക. യെസ്, സ്റ്റാർട്ട്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ്, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. ഒന്നെല്ലാവരും പറഞ്ഞൊന്നുകൂടി, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ
നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. അപ്പൊ ഇത് വിശ്വാസത്തിന്റെ ഒരു ശബ്ദമാണ്. നമ്മൾ വിശ്വാസികളാണ്. നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നത് ഈ ലോകത്തിലെ ചില നേട്ടങ്ങൾ നേടാൻ വേണ്ടി മാത്രമല്ല, ഇതിനുപരിയായ വലിയ ഒരു ജീവിതമുണ്ട്. നിത്യജീവനെ ലക്ഷ്യമാക്കി എന്ന് പറയും. ഇപ്പോ ഇത് ആരുടെ നാമധേയത്തിലുള്ള പള്ളിയാണ്? എസ്തപ്പാനോസിന്റെ നാമധേയത്തിലുള്ള പള്ളിയാണ്. എസ്തപ്പാനോസ് ആണ് ആദ്യത്തെ രക്തസാക്ഷി. എന്തിനാണ് ഇന്നും ഈ എസ്തപ്പാനോസിന്റെ പേര് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ മരിച്ചു പോയില്ലേ 12,000 വർഷങ്ങൾക്ക് മുമ്പ്? എന്നാൽ മരിച്ചോ? മരിച്ചില്ല. അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നു. കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ആ ജീവിതത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ജീവിച്ചത്. എസ്തപ്പാനോസിനെ അവർ കല്ലെറിയുന്ന സമയത്ത് എസ്തപ്പാനോസിന് നല്ല സന്തോഷമായിരുന്നു. സ്വർഗത്തിലേക്ക് നോക്കി ആ തുറന്നു നിൽക്കുന്ന സ്വർഗത്തെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ അദ്ദേഹം പോവുകയാണ്. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. വിശ്വാസ വളർച്ചയ്ക്ക് ആരംഭം കുറിക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം ഉണ്ടാകേണ്ട ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിന്റെ അനന്തതയെ കുറിച്ചാണ്. നമ്മുടെ ജീവിതം അനന്തതയിലാണ് ഇപ്പോഴേ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. അനന്തമായ ആ ജീവിതം, ഒരിക്കലും അവസാനിക്കാത്ത ജീവിതം, അതിന്റെ ആദ്യ ഘട്ടമാണ് ഈ ലോകത്തിലുള്ള കുറച്ച് എണ്ണിയാൽ തീരാത്തതല്ല, എണ്ണിയാൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ. എന്താ എണ്ണിയാൽ എന്ന് പറഞ്ഞാൽ 100 വർഷം ജീവിക്കുമായിരിക്കും, ഇല്ലേ? 100 എണ്ണാൻ എത്ര സമയം കൊണ്ട് എണ്ണാം? എന്നാൽ അതിനുശേഷമുള്ള ജീവിതമോ എണ്ണിയാൽ എണ്ണാൻ പറ്റാത്ത അനന്തമായ ജീവിതം. അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടോ? ഒന്ന് ചിന്തിച്ചേ. നമുക്ക് അങ്ങനെ ഒരു ജീവിതമുണ്ടോ? അങ്ങനെ ഒരു ജീവിതമുണ്ട്. നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ ദൈവാത്മാവിൽ ദൈവരാജ്യത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത അനന്തമായ ഒരു ജീവിതമാണ്. ആ ജീവിതം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ജീവിതത്തിൽ ഇവിടെ വെച്ച് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ വെച്ച് പഠിക്കേണ്ടത് എന്താണ്? ഈ ജീവിതാനന്തരം നമ്മൾ സാധാരണ ഒരാൾ മരിക്കുമ്പോഴത്തേക്കും എന്നിട്ട് അവിടെ RIP എന്ന് എഴുതി വെച്ചിട്ടില്ലേ? RIP എന്ന് പറഞ്ഞാൽ എന്താ? റെസ്റ്റ് ഇൻ പീസ്, സമാധാനത്തിലുള്ള ജീവിതം. എനിക്ക് ഒരിക്കലും ഇത് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഞാൻ മരിച്ച ശേഷം സമാധാനത്തിൽ ഇരിക്കാനാണോ മരിക്കണേ? അല്ല, മരിച്ച ശേഷം സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ലോകം മുഴുവനിലേക്കും തീ വിതരണം, വചനം വിതരണം, ലോകം മുഴുവനിലേക്കും ദൈവത്തിന്റെ രാജ്യം പടർത്താൻ വേണ്ടി കൂടുതൽ വീറോടെ പ്രവർത്തിക്കേണ്ടതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. ഇറ്റ് ഈസ് നോട്ട് എ റെസ്റ്റ് ഇൻ പീസ്. അപ്പോ എങ്ങനെയെങ്കിലും അങ്ങ് പോയാൽ മതി എന്നും പറഞ്ഞ് ഇവിടെ ആരും ചെയ്യിക്കണ്ട. എങ്ങനെയെങ്കിലും ചത്തുപോയാൽ മതി. അങ്ങനെ എങ്ങനെയെങ്കിലും ചത്തുപോയിട്ട് അവിടെ റെസ്റ്റ് ഇൻ പീസിന് വേണ്ടിയുള്ളതല്ല കേട്ടോ. കൊച്ചു ത്രേസ്യയും അമ്മ ത്രേസ്യയും അൽഫോൻസാമ്മയൊക്കെ ഇപ്പൊ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണോ? പറയും. അവർക്ക് റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കുന്നുണ്ടോ? റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കൂടെ ഐക്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ സമാധാനം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവർക്കും പകർന്നു കൊടുക്കാൻ ഉള്ള വലിയ ഒരു ദൗത്യമുണ്ട് ക്രിസ്ത്യാനിക്ക്. അപ്പോൾ നമ്മുടെ ദൗത്യം ഇവിടെ വെച്ച് ആരംഭിക്കുന്നു.
എന്ന് പറഞ്ഞാൽ അത് മരിക്കണം. ആ ഗോതമ്പ് മണി മരിച്ചു കഴിഞ്ഞാൽ, ചീഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ധാരാളം ഫലമർപ്പണിക്കും. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഈ മരണശേഷം നിരവധി കാര്യങ്ങൾ ചെയ്യാനുള്ള ജീവിതമാണ്. ഒന്നുകൂടി വായിച്ച വചനം, 1 കൊരിന്ത്യർ 15:19 വചനം. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം, ഒന്ന് കരമുയർത്തി എല്ലാവരും പേര് പറഞ്ഞുകൊണ്ട്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. കണ്ടോ, ഇപ്പൊ തന്നെ നിങ്ങൾക്കൊരു സമാധാനം വരുന്നുണ്ടോ? ഇതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല എന്നും, മരണശേഷം നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം മരണശേഷം നമ്മളുടെ ആത്മാവ് ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പം സകല പുണ്യവാന്മാരോടൊപ്പം വലിയ കാര്യങ്ങൾ ചെയ്യോ ഇല്ലയോ? പറയും. എത്ര പേർക്ക് ആ വിശ്വാസം ഉണ്ടെന്ന് കൈവക്കി? എത്ര പേർക്ക് ആ വിശ്വാസം ഉണ്ടെന്നുള്ളത് കൈ ശരിക്കും പൊക്കുന്നു. ദൈവമേ, എന്തിനാ പേടിക്കണേ? വേഗം മരിക്കട്ടെ. വിഷമായോ? മരിച്ചാലും ആരുടെ കൂടിയാ? ദൈവത്തിന്റെ കൂടിയാ. ഇവിടെ ഇരിക്കുമ്പോൾ ആരുടെ കൂടിയാ? അപ്പൊ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. പക്ഷെ എപ്പോ മരിക്കും? കർത്താവ് തീരുമാനിക്കുന്ന സമയത്ത് മരിക്കും, നമ്മൾ തീരുമാനിക്കുന്ന സമയത്തല്ല. അപ്പൊ നമ്മൾ ഇതെല്ലാം പൗലോസ്ലീഹ പറഞ്ഞ വചനമാണ്. എൻ്റെ ആഗ്രഹം അങ്ങ് വേഗം ചെല്ലണമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ തന്നെ ആയിരിക്കണമെന്നാണ് കുറെ കൂടി ആഗ്രഹമെങ്കിൽ ആയിക്കോട്ടെ. കാരണം ഇവിടെ ആയാലും നമ്മൾ കർത്താവിൻ്റെ കൂടെ തന്നെയാണ്. ഇവിടെ വിട്ട് സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ കൂടെ. അപ്പൊ നമ്മൾക്ക് ആ മരണഭയം ഉണ്ടാവുന്നതിന്റെ അർത്ഥം നമ്മൾ ഈ സ്വർഗത്തിൽ അനന്തമായ ജീവിതത്തെ കുറിച്ചുള്ള യാതൊരു കാര്യവും ഇവിടെ ഇരിക്കുമ്പോൾ അറിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അപ്പൊ ഈ ധ്യാനം, വചനം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നതല്ല. ഇപ്പൊ ഒരു ധനവാനും ലാസറിന്റെയും ഉപമ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ ധനവാൻ മരിച്ചു കഴിഞ്ഞപ്പോ ധനവാൻ ലാസർ മരിച്ചു. അത് കഴിഞ്ഞപ്പോ ധനവാൻ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ആ ലാസറിനെ ഒന്ന് എന്റെ വീട്ടിലേക്ക് വിടണേ. അതെന്താ? എനിക്ക് വന്ന ഈ അവസ്ഥ എൻ്റെ സഹോദരന്മാർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അപ്പൊ കർത്താവ് എന്ത് പറഞ്ഞു? ഇല്ല, ലാസറിനെ വിടാൻ പറ്റൂല. അവർക്ക് അവിടെ ആരുണ്ട്? പ്രവാചകന്മാരുണ്ട്, വചനമുണ്ട്. അവരാ വചനം അല്ല. അപ്പൊ അയാളെ സംബന്ധിച്ച് ഏറ്റവും പ്രശ്നം എന്തുണ്ടായത്? അയാൾ ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് ഈ ജീവിതാനന്തരത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് അയാൾക്ക് പഠിച്ചില്ല. ഒരിക്കലൊരു സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ബ്രദറെ, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്, എന്നിട്ട് എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നാൽ എൻ്റെ സഹോദരിക്ക് വിശ്വാസമില്ല, അവൾ പള്ളിയിൽ പോകുന്നില്ല, അവൾ പ്രാർത്ഥിക്കുന്നുമില്ല, അവള് അടിപൊളിയായിട്ട് നടക്കണം. അവൾക്ക് 2 ബംഗ്ലാവുണ്ട്, 4 കാറുണ്ട്, ഇഷ്ടംപോലെ പൈസയുമുണ്ട്, ഒരു പ്രശ്നമില്ല. എന്താ ഇതിന്റെ അർത്ഥം? കർത്താവ് പക്ഷപാതം കാണിക്കില്ല എന്നെല്ലാം പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ? ഒന്ന് കൈവീശി കാണിച്ചെല്ലാവരും പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്തുകൊണ്ടാ ഇപ്പൊ ഇത് പറയുമ്പോ ശരിയാണല്ലോ, നമ്മൾ കാണുന്നില്ലേ? നമ്മളിപ്പോ ഇവിടെ ധ്യാനത്തിനൊക്കെ വരുന്ന ആളുകൾക്ക് പ്രശ്നം ഒഴിഞ്ഞിട്ട് സമയമില്ല. ചിലർ പെട്ടെന്ന് ഇത്രയും ധ്യാനത്തിലേക്ക് എന്ത് പരിപാടി? നീ 40 വർഷമായിട്ട് ധ്യാനിക്കുന്നതല്ലേ, എന്നിട്ട് എല്ലാം പല പ്രയോജനം ഉണ്ടായെന്ന് ചോദിക്കുന്നത് അല്ലേ? എന്താ അതിന്റെ കാരണം? അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, നിന്റെ സഹോദരി വിചാരിക്കുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ സുഖലോലുപതകളും വേഗം നേടിയെടുക്കണം, എനിക്ക് നേടണം, എനിക്ക് വീട് വേണം, എനിക്ക് തോട്ടം വേണം, എനിക്ക് കാറുകൾ വേണം, എനിക്ക് അത് വേണം, അവിടെ അയൽവകത്തെ ആ സ്ഥലം വിൽക്കാൻ കൂടി ഇത്ര കാശിന് കിട്ടും, എന്നാ അത് മേടിച്ചോളാം, അത് മേടിക്കാം, ഇന്നോടത്ത് വിൽക്കണം, അത് മേടിക്കാം. അപ്പൊ ഫോറിനിൽ നിന്ന് അവിടെ മോൻ ഇവിടെ ഒരു സ്ഥലം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് അമ്മച്ചി ഫോറിനിൽ വിളിച്ചോണ്ട്, മോനെ നമ്മുടെ അയൽവക്കത്തെ സ്ഥലം വിൽക്കാൻ പോകാൻ നല്ല
നല്ലൊരു ചാൻസാണ്. നീ കുറച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഇതങ്ങ് മേടിച്ചിട്ട് ഇങ്ങനെ ഇതെല്ലാം മേടിക്കുമ്പോൾ എന്ന മാതിരി ഇവളുടെ സഹോദരി ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അവളെ സംബന്ധിച്ച് ജീവിതം എന്നത് ഈ ലോകത്തിലെ സന്തോഷം മാത്രമാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, നിന്റെ എന്താ വിചാരം? അയ്യോ, എൻ്റെ വിചാരം എനിക്ക് മറ്റൊരു ജീവിതമുണ്ട് എന്നുള്ളതാണ്. ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞിട്ട് എനിക്കൊരു ജീവിതമുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് നിനക്ക് ഈ കഷ്ടപ്പാടുണ്ടാവുന്നത്. എൻ്റെ വചനം കേട്ട് കഴിയുമ്പോൾ ഉറങ്ങാൻ നല്ല സുഖം തോന്നുന്നില്ലേ? അതും ഒരു ഇല്ലേ? എന്ത് രസമാണ് ആ വചനം. അത് കേൾക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങാൻ നല്ല സുഖം. അങ്ങനെ ഉറങ്ങണമെന്നുള്ളവർക്ക് കൈവക്കി ഉറങ്ങിക്കോ. എനിക്കൊരു വിശ്വാസമില്ല. എനിക്ക് നല്ല വിശ്വാസമാണ്. നിങ്ങളുടെ ആത്മാവ് ഉറങ്ങില്ല. മനസ്സിലായ? വചനം പറയുന്നുണ്ട്, ഉറക്കുമ്പോഴും കർത്താവ് സുഖമായിട്ട് ഉറങ്ങുന്നവർ ഉറങ്ങിക്കോ. ആ ഉറങ്ങുമ്പോഴും ഉള്ളിൽ തുളച്ചു കയറുന്ന വചനമാണ് ഇവിടെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെല്ലാവരും പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ. നിങ്ങൾ ഉറങ്ങുമ്പോഴും ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കുന്നു. ഉറങ്ങിക്കോട്ടോ സുഖമായിട്ട്. അപ്പോ ആ സഹോദരി അത് കഴിഞ്ഞപ്പോ എന്റെ നേരെ നോക്കി നിന്നിട്ട് ചിരിക്കുക. എന്താ ഇപ്പൊ നീ ചിരിക്കുന്നത്? എൻ്റെ എല്ലാ പ്രയാസവും പോയി. ഞാൻ കുറെ ദിവസമായിട്ട് ഭയങ്കര പ്രയാസത്തിലായിരുന്നു. കാരണം എൻ്റെ സഹോദരിക്ക് ഒരു വിശ്വാസവുമില്ല, പള്ളിയിലും പോകാത്ത അവൾക്ക് ഇത്രയും ധനവും ഇതെല്ലാം കൊടുത്ത് എനിക്ക് ഇത്രയും ദാരിദ്ര്യവും. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി. സ്നേഹമുള്ളവരെ, ഈ വചനം അവളിൽ പൂർത്തിയായോ? ഏതാ വചനം? 1 കൊരിന്ത്യർ 15:19. ഈ ലോകത്തിലെ ജീവിതത്തെ മാത്രം ലക്ഷ്യം വെക്കാതെ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. വലിയൊരു കാര്യം. നമ്മൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നുണ്ട് ഇല്ലേ? ക്രിസ്മസ് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര നക്ഷത്രം, ഒരുപാട് ആഘോഷം, വീടൊക്കെ അടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. എന്നാൽ കർത്താവിശ്വ വന്ന് കിടന്നത് ഏത് വീട്ടിലാണ്? ഒരു വീട് പോലും അദ്ദേഹത്തിനുണ്ടായില്ല. ചാണകവും പശുവിന്റെ ചാണകവും മൂത്രവും എല്ലാം ഉള്ള ദുർഗന്ധം നിറഞ്ഞ ഒരു കാലി തൊഴുത്തിലാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അപ്പൊ കർത്താവിശ്വസിയായിരിക്കും ഈ ലോകത്തിലെ അടിപൊളി ജീവിതത്തെ ഉദ്ദേശിച്ചിട്ടല്ല അദ്ദേഹം ഇവിടെ വന്നത്. ഇവിടെ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു വെളിവ് ഇതാണ്. നമ്മുടെ ദൈവത്തിന് നമ്മളോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരാറുണ്ട്. ആ വെളിവ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ വലിയ സന്തോഷമാണ്. ഇപ്പൊ ഈ വന്ന സഹോദരിക്ക് നടന്ന സംഭവമാണ്. അവൾ അത്രയും ദിവസം ഭയങ്കര പ്രയാസത്തിലായിരുന്നു. എന്തുകൊണ്ട്? എനിക്ക് ഈ കഷ്ടപ്പാട്, പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, കടബാധ്യതയും എല്ലാം എൻ്റെ സഹോദരിക്ക്, ഒരു കുടുംബത്തിൽ ജനിച്ച എൻ്റെ സഹോദരിക്ക് എന്നാൽ ഒരു പ്രശ്നമില്ല. അവൾ പള്ളിയിലും പോകുന്നില്ല, അവൾ വിശ്വസിക്കുന്നുമില്ല, അവൾക്കൊരു പ്രശ്നമില്ല. അവളുടെ വേദന അവൾക്ക് പ്രശ്നമില്ലാത്തതിൻ്റെ അല്ല, അവളുടെ വേദന എന്തുകൊണ്ട് എനിക്കില്ല എന്നത്. എന്നാൽ ഇപ്പൊ അവൾക്ക് മനസ്സിലായി, എനിക്കുള്ളതെല്ലാം സ്വർഗത്തിൽ. ഈ ലോകത്തിലെ നിക്ഷേപത്തെ എല്ലാം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. നമുക്ക് ദൈവരാജ്യവും ദൈവനീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം. അപ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു ജ്ഞാനം ഇതാണ്. നമ്മുടെ ജ്ഞാനം, നമ്മൾ വേറൊരു പ്രാർത്ഥനയുണ്ട്, നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കാറുള്ള സർവജ്ഞനായ ഭരണകർത്താവും, ബാക്കിയുള്ളതെന്താ? സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ, എല്ലാവരും പറഞ്ഞു, വിസ്മയീയനായ പരിപാലകനും
സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ അനുഗ്രഹിക്കണം. സർവജ്ഞനായ ഭരണകർത്താവ്, വിസ്മയനീയനായ പരിപാലനം. നമ്മൾ ഈ ധ്യാനത്തിലൂടെ കിട്ടാൻ പോകുന്ന ഏറ്റവും പ്രധാന വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായിട്ടുള്ള സുഖലോലുപതയേക്കാൾ ഉപരി ദൈവികമായ രഹസ്യങ്ങളിലേക്കുള്ള ഒരു എത്തിനോക്കലാണ് നമുക്ക് വേണ്ടത്. ദൈവികമായ രഹസ്യങ്ങൾ എന്താണ്? സർവജ്ഞനായ ഭരണകർത്താവ്, എന്താണ് സർവാധിപനായ കർത്താവ്? സർവാധിപന കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. 2 ദിവസം മുമ്പ് നടന്നൊരു സംഭവം. ഒരാളെൻ്റെ അടുത്ത് വന്ന് വേറൊരാളെ കുറിച്ച് കുറേ കുറ്റമൊക്കെ ഇങ്ങനെ പറയാണ്. ഞാനിതെല്ലാം ശാന്തമായി കേട്ടു. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം, ബ്രദർ എന്താ അദ്ദേഹം ആ വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യണ കണ്ടിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കണേ, അവനെ വിളിച്ചിട്ട് ചോദിക്കേണ്ടതല്ലേ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഞാനിങ്ങനെ മിണ്ടാതിരിക്കാനുണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതെന്താ ബ്രദറൊന്നും ഒരു റിയാക്ഷൻ ഇല്ലാത്ത, ഒരു റിയാക്ഷൻ എന്നുള്ള എന്താ വേണം, പ്രതികരിക്കാത്തത് എന്താ? അപ്പം ഞാൻ പറഞ്ഞു, സർവാധിപനാം കർത്താവേ. നമ്മൾ ഈ പാടുന്നതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പ്രതികരിച്ചത് കൊണ്ട് വല്ലതും നേരെയാകുമോ? പറയും. ഞാൻ വെറുതെ ചിഹ്നം വിളിച്ചത് കൊണ്ട് വല്ലവരുടെയും കാര്യം മാറുമോ? ആരാണ് ഇവിടെ ഇരിക്കുന്നത്? സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. അപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, അതെന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അതാണ് അപ്പോൾ പ്രശ്നം. നമ്മളെല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി ഇതൊക്കെ പാടുന്നുണ്ടെങ്കിലും പള്ളി പറഞ്ഞാൽ മതി. എല്ലാവരും പറയട്ടെ, അതെ, പള്ളി പറഞ്ഞാൽ മതി. നമ്മൾ വിശ്വസിക്കുന്നത് ആരിലാണ് വിശ്വസിക്കുന്നത്? സർവാധിപനായ കർത്താവിലാണ്. ആ സർവാധിപനായ കർത്താവ് ആ വ്യക്തിയിലും വസിക്കുന്നുണ്ട്. അതും ഞാൻ വിശ്വസിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ പിന്നാലെ പോയിട്ട് നീ എന്താ മാറാത്തത്, നീ എന്താ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ കുറെ നടക്കേണ്ട എന്താ കാര്യം? അപ്പോ നമ്മളുടെ വിശ്വാസം ആരിൽ കേന്ദ്രീകൃതമായിട്ടുള്ള വിശ്വാസമായിരിക്കണം? ദൈവത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ളത് എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ കേന്ദ്രീകൃതമായിട്ട്. ദൈവം ആ വ്യക്തിയിൽ വസിക്കുന്നു. ദൈവം നമ്മളിലും നമ്മുടെ മക്കളിലും നമ്മുടെ ജീവിത പങ്കാളിയിലും നമ്മുടെ അമ്മായിയമ്മയിലും അമ്മായിയപ്പനിലും മരുമോളിലും എല്ലാം വസിക്കുന്നു. ദൈവമേ, നീ അറിയാതെ ആ കുരുവികളിൽ ഒരെണ്ണം പോലും താഴെ വീഴില്ല എന്ന് പറഞ്ഞു. നിന്റെ തലമുടി നാലുകൾ വരെ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എനിക്കൊരു റിയാക്ഷനുമില്ല മറ്റൊരു അങ്ങനെയൊക്കെ ചെയ്യണം കണ്ടിട്ട്. അതിന്റെ കാരണം എന്താ? നമ്മുടെ വിശ്വാസം സർവാധിപനായ കർത്താവിലാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ സഹോദര, ദൈവം സർവാധിപനാണെന്ന് ഒന്നുകൂടി ചിന്തിച്ച്. ആ സർവാധിപൻ എന്ന് പറഞ്ഞാൽ ദൈവം അറിയാതെ ആ വ്യക്തി ഇങ്ങനെ ചെയ്യില്ല. ചെയ്യോ? പക്ഷെ പിന്നെ എന്തുകൊണ്ട് അത് ചെയ്യാൻ ദൈവം അനുവദിക്കുന്നു? അതാണ് നമ്മുടെ ചോദ്യം, ഇല്ലേ? എന്തുകൊണ്ട് ഇതെല്ലാം ദൈവം അനുവദിക്കുന്നു? ഇതറിയാനാണ് നമ്മളെ ജ്ഞാനം വേണം.
ഇതറിയണം നമ്മൾ. പത്രോസേ, നീ നാളെ രാവിലെ കോഴി 2 പ്രാവശ്യം പോകുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തിരസ്കരിച്ചിരിക്കും. ഞാനോ ഒരിക്കലും കർത്താവേ, നിന്റെ കൂടെ മരിക്കേണ്ടി വന്നാൽ ഞാൻ മരിക്കുമെന്നാൽ എന്നെ ഞാൻ തിരസ്കരിക്കില്ല. കണ്ടോ, നാളെ കോഴി 2 പ്രാവശ്യം പോകുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം പോയിരിക്കും. നീ പറഞ്ഞോ? കർത്താവിന് അറിയായിരുന്നല്ലോ ഇത് പത്രോസ് ചെയ്യുന്നുള്ളത്. കർത്താവ് വിചാരിച്ചാൽ ഇത് മാറ്റാമായിരുന്നോ ഇല്ലയോ? മാറ്റാമായിരുന്നോ ഇല്ലയോ? മാറ്റാമായിരുന്നോ ഇല്ലയോ? എന്തുകൊണ്ട് മാറ്റിയില്ല? എന്തുകൊണ്ട് പത്രോസിനെ അത് അനുവദിച്ചു? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദൈവിക രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. ആ നമ്മളെ ഈ പത്രോസിനെയും യൂദാസിനെയും എല്ലാം കർത്താവ് തിരഞ്ഞെടുത്തവരാണ്. ആ തിരഞ്ഞെടുത്തപ്പോഴേ കർത്താവിന് അറിയാം ഇവന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു വേദന കിട്ടാനുള്ളത് കിട്ടിയേ മതിയാവും. എന്തുകൊണ്ടാണ്? അത് എഴുതപ്പെട്ടിരിക്കുകയാണ്. ഇതാ ഏശയ്യായുടെ പ്രവചനത്തിൽ 50-ാം അധ്യായത്തിൽ 4